കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭാ കൌൺസിലറുടെ കൊലപാതക കേസിൽ പ്രോസിക്യൂഷനെ അഭിനന്ദിച്ച് വിചാരണ കോടതി. മഞ്ചേരി 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി S. സൂരജാണ് വിധിന്യായത്തിൽ പ്രോസിക്യൂട്ടർമാരെ അഭിനന്ദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന വിവരങ്ങളും കോടതിക്ക് മുന്നിൽ കൃത്യതയോടെ ഹാജരാക്കി. ചെറിയ തെളിവുകൾ പോലും സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കാര്യക്ഷമമായി പ്രവർത്തിച്ചെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആകെയുള്ള 89 സാക്ഷികളിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ച 45 പേരും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകി. ആരും തന്നെ കൂറുമാറിയില്ല. സംശയത്തിന്റെ ഒരു ആനുകൂല്യവും പ്രതികൾക്ക് നൽകാതെ പരമാവധി ശിക്ഷ തന്നെ വാങ്ങി നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചു. ഒരു അപാകതയോ വിചാരണ സമയത്ത് വരുത്തിയില്ല. മാത്രമല്ല, ഈ കേസിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ജഡ്ജി തന്നെ പ്രോസിക്യൂഷൻ വളരെ കമൻഡബിൾ ആയിട്ടുള്ളൊരു ജോബാണ് ഈ കേസിൽ ചെയ്തിട്ടുള്ളതെന്ന് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. കോടതി അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ സമയബന്ധിതമായി തീർക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞ കേസാണ്. കോടതി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ പ്രോസിക്യൂഷന് എല്ലാ സാക്ഷികളെയും കൃത്യമായി എത്തിച്ച് കൃത്യമായി തെളിവുകൾ കൊടുത്ത് സാങ്കേതികമായിട്ട് ഉന്നയിച്ച എല്ലാ നിയമപ്രശ്നങ്ങളും അതിന് കൃത്യമായ മറുപടി നൽകി നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയെന്ന് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. 3ാം പ്രതിയായ ഷംസീറിനും ജീവപര്യന്തം ശിക്ഷ ലഭിക്കാൻ പ്രോസിക്യൂഷൻ നന്നായി ഗൃഹപാഠം ചെയ്തു. 3ാം പ്രതി നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ 1ാം പ്രതിയും 3ാം പ്രതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. കുറ്റകൃത്യം നടന്ന ദിവസം സംഭവത്തിന് മുൻപും ശേഷവുമായി 12 തവണ ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചു. സംഭവത്തിന് ശേഷം 1ാം പ്രതി ട്രെയിൻ കയറി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതുവരെ ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട കൌൺസിലർ കുട്ടിപ്പാറയിലുണ്ടെന്ന വിവരം കൈമാറിയതും 3ാം പ്രതിയായിരുന്നുവെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചു. ഇതാണ് 3ാം പ്രതിക്കും ജീവപര്യന്തം തടവ് ലഭിക്കാൻ കാരണമായത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KV സാബു, അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PK ഷെരീഫ് എന്നിവർ ഹാജരായി. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.